ഹലോ, അപ്പൊ ഇന്നിന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും. അപ്പൊ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പൊ എന്താണ് ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും എന്ന് പറഞ്ഞാല്, അതായത് ബ്രാഹ്മണർ രചിച്ചിട്ടുള്ള സാമൂഹിക നിയമങ്ങളും മര്യാദകളും അടങ്ങിയിട്ടുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളെയാണ് ധർമ്മസൂത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും 8 രീതിയിലുള്ള വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 4 വിവാഹങ്ങള് നല്ലതായിട്ടും ബാക്കിയുള്ള 4 വിവാഹങ്ങൾ തിരസ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇനി ആ 8 വിവാഹ രീതികൾ എന്നാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് ബ്രഹ്മവിവാഹം. അതായത് ജ്ഞാനിയും മാന്യനുമായിട്ടുള്ള ഒരാൾക്ക് ആടയാഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതിയാണിത്. രണ്ടാമത്തത് പ്രജാപത്യ വിവാഹം. സ്ത്രീധനമില്ലാതെ അച്ഛൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതിയാണ് പ്രജാപത്യ വിവാഹം. ഇനി മൂന്നാമത്തേതാണ് ആർഷവിവാഹം എന്ന് പറയുന്നത്. വരന്റെ വശത്ത് നിന്ന് ഒരു ജോഡി കാളകളെയോ പശുക്കളെയോ വാങ്ങിയ ശേഷം വധുവിന്റെ അച്ഛൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന രീതിയാണിത്. ഇനി നാലാമത്തേതാണ് ദൈവവിവാഹം. അതായത് പുരോഹിതനായിട്ടുള്ള വരന് പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന രീതി. അപ്പൊ ഈ 4 വിവാഹങ്ങളാണ് ആദ്യത്തേത്. ഇനി അടുത്ത 4 പറയുന്നത്, ഒന്നാമത്തേത് അസുര വിവാഹം. അതായത് വരൻ വധുവിന്റെ അച്ഛന് പെൺപണം നൽകിക്കൊണ്ട് പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ്. അടുത്തതാണ് ഗാന്ധർവ വിവാഹം. അതായത് പരമ്പരാഗത രീതിയിലുള്ള പ്രണയ വിവാഹത്തെയാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. ഇനി 7ാമത്തേതാണ് രാക്ഷസ വിവാഹം. അതായത് വധുവിനെ അവളുടെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോയിട്ട് വരൻ വിവാഹം ചെയ്യുന്ന രീതിയാണ്. ഇനി അടുത്തതാണ് പൈശാച വിവാഹം എന്ന് പറയുന്നത്. അത് പെൺകുട്ടിയെ ചതിച്ചു കെട്ടുന്ന രീതിയാണ്. അപ്പൊ ചാരിത്രം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് എന്താണ്, അവരെ കല്യാണം കഴിക്കുകയല്ലാതെ വേറൊരു മാർഗം ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും അനുശാസിക്കുന്ന 8 രീതിയിലുള്ള വിവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മസൂത്രവും ധർമ്മശാസ്ത്രവും ചില സമയങ്ങളിൽ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാട്ടോ.